ഹായ് ഡിയേഴ്സ്, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. ശോഭിൻ ലാൽ, ലാൽട്ടൺ പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടറാണ്. യുവർ പ്ലേസ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഓഡിഷൻ, യെസ്, കഴിഞ്ഞ ഏപ്രിൽ 19 വളരെ മനോഹരമായിട്ട് തന്നെ ഓഡിഷൻ നടന്നു. ഒത്തിരി സെഷൻസിലൂടെ ഒത്തിരി പേരെ നമ്മുടെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഉദ്യമത്തിലൂടെ കടന്നു പോകുന്നു. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള കൊച്ചിയിൽ തന്നെയുള്ള ഒരു ഗ്രേറ്റ് നജീബ് ഖാദർ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ ഓഡിഷനിലൂടെ സെലക്ട് ചെയ്ത ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. സോ എനിക്ക് വളരെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി വ്യക്തികളെ പരിചയപ്പെടുന്നുണ്ടെങ്കിലും ആക്റ്റീവായിട്ട് ഒത്തിരി സിനിമകളിലൂടെ അഭിനയിച്ച് പല വേഷങ്ങളും കൈകാര്യം ചെയ്ത വ്യക്തി ഓഡിഷനിൽ വന്ന് ആ വ്യക്തിത്വം മനസ്സിലാക്കി നമ്മൾക്ക് പിന്നീട് നല്ലൊരു ക്യാരക്ടർ കൊടുക്കേണ്ടി വരുന്ന ആ ഒരു സന്തോഷകരമായൊരു അവസ്ഥ. യെസ്, അദ്ദേഹത്തെ പരിചയപ്പെടാം. നജീബ് ഖാദർ, നമസ്കാരം. ഞാൻ നജീബ് ഖാദർ, കൊച്ചി. സാറ് പറഞ്ഞോട് തന്നെ ഒരുപാട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പ്രത്യേകിച്ചു, ഞാൻ ഒത്തിരി ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒത്തിരി ആളുകളെ ഓഡിഷനിലൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നജീബ് ഖാദറുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, മലയാള സിനിമയിൽ ഇനി സ്വഭാവ നടൻ്റെ ഒരു ക്യാരക്ടറിൽ മസ്റ്റായിട്ട് വരാൻ പോകുന്ന ഒരു അടിപൊളി കലാകാരനാണ്. താങ്ക് യു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് എങ്ങനെയാണ് ചേട്ടൻ പല രീതിയിലുള്ള, അപ്പോൾ ഞാൻ ചേട്ടൻ തന്നെ ചെയ്തു വെച്ച ഒത്തിരി കാര്യങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ചേട്ടൻ്റെ ഓഡിഷനിൽ ഇപ്പോൾ ഇത്രത്തോളം സിനിമകളിൽ അതുപോലെ തന്നെ പല കാര്യങ്ങളിലും പങ്കെടുത്ത ചേട്ടൻ എന്തിനാണ് ഇതുപോലത്തെ ഒരു ഓഡിഷനിൽ പങ്കെടുത്തത്? അല്ല, ഓഡീഷൻ മസ്റ്റാണ്. ഏതൊരു ആക്ടറിനും ഓഡീഷൻ ചെയ്യണം. കാരണം ഒരുപാട് ആളുകളും ഇപ്പോഴും ഓഡീഷനിൽ പോകുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ലാൽട്ടൺ പ്രൊഡക്ഷൻസിൻ്റെ ഓഡീഷൻ എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം നിങ്ങൾ കൊടുക്കുന്ന അവസരം എന്ന് പറഞ്ഞാൽ 1000 പേർക്കാണ്. ഈ 1000-ൽ ഒരാളാകാൻ എനിക്ക് പറ്റും എന്നെ ഉറപ്പുണ്ട്. ഓക്കെ 1000-ൽ ഒരാൾ മാത്രമായിട്ടാണോ? എന്തുകൊണ്ടാണ് ചേട്ടൻ ഈ ഓഡിഷനിൽ പങ്കെടുത്തതെന്നാണ് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് നിങ്ങളുടെ കമ്പനിയുടെ പേര് തന്നെ ലാൽട്ടൺ പ്രൊഡക്ഷൻ. പിന്നെ അതിന് കൊടുക്കുന്ന സിനിമയോടുള്ളൊരു ആഗ്രഹം ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നൊരു മനുഷ്യൻ, ഈ ഒരു വൈബ്രേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ്. ഞാൻ ഞെട്ടിച്ചൊരു കാര്യം ഞാൻ പറയാം, ഇദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. അതാണ് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു അതിഥിയായിട്ട് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ തീർച്ചയായും കൊണ്ടുവന്നിരുന്നത്. നിങ്ങൾ ആ ഒരു പെർഫോമൻസ് ഒന്ന് കാച്ചി. അല്ല, അത് ഓഡീഷനിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവരെന്തെങ്കിലും മാറ്റർ തരും. ആ മാറ്റർ അനുസരിച്ചാണ് നമ്മൾ ചെയ്യണത്. ഇവിടെ മാറ്റർ ഇല്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വന്തമായിട്ടുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം. അല്ല, അത് വളരെ നല്ലതാണ്. കാരണം നിങ്ങൾ കൊടുക്കുന്ന ചിലപ്പോൾ മേറ്റർ ചില ആളുകൾക്ക് അത് എത്രത്തോളം സക്സസ് ആകാൻ പറ്റുമെന്ന് പറയില്ല. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള കഴിവിനെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള അവസരങ്ങൾ കൊടുക്കണം. അപ്പോൾ അവരത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ചേട്ടൻ്റെ ആ ഒരു സാധനം അങ്ങോട്ട്. അല്ല, അത് 1 മുതൽ ഞാൻ അവിടെ ചെയ്ത 1 മുതൽ 20, നമുക്ക് ഇത്രയും സമയമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിലെ 1, 2 ഒരു 10 വരെ മതി. 10 വരെ ഓക്കെ ചെയ്യാം. അത് 1 മുതൽ 10 വരെ എണ്ണുമ്പോൾ അതിൽ വരുന്ന ഇമോഷൻ്റെ വ്യത്യാസം. ചെയ്തോളൂ 1 2 3 4 5 6 7 8 ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ. ഞാൻ ഇതിപ്പോൾ ഇദ്ദേഹത്തിന് ഒരു 10-25ഓളം ഐറ്റംസ് ഉണ്ടെന്നാണ് കേട്ടത്. അല്ല, അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 ഐറ്റംസ് മാത്രമാണ് ഞാൻ ഇതിൽ ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷെ 25 ഐറ്റംസും ഞാൻ നേരിട്ട് കണ്ട ഒരാളാണ്. അല്ല, അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 1 മുതൽ നമ്മൾ 5 വരെ ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേത് ശരിയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സമയപരിധി കുറവാണല്ലോ, അതുകൊണ്ടല്ല. അപ്പോൾ 1 നമ്മൾ 1 2 3 4 5 അപ്പോൾ വേരിയേഷൻസ് വരും. അത് കഴിഞ്ഞിട്ട് എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ലാൽട്ടൺ പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് വെക്കുന്ന വെബ് സീരീസ് അതുപോലെ തന്നെ സിനിമകൾ, അതിലെല്ലാം തന്നെ മാക്സിമം സിനിമകളിൽ നിങ്ങൾ തീർച്ചയായും ഉണ്ടാകും. വളരെ ഇപ്പോൾ പറയാനുള്ളൊരു സന്തോഷം നിങ്ങൾക്ക് പ്രേക്ഷകരോടൊന്ന് പറയാം. പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ അവസരങ്ങൾ നിങ്ങൾ കളയരുത്. നിങ്ങൾ മുറുകെ പിടിക്കുക. ഇങ്ങനെയുള്ള ഓഡീഷന്, പല ഓഡീഷനിൽ പോയി വഞ്ചിതരാകുന്ന ആളുകളുണ്ട്. കാരണം ചില സിനിമകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഓഡീഷൻ ചെയ്യുന്നുണ്ട്. അവർക്ക് 1-2 ആർട്ടിസ്റ്റിനെ മതിയാവും.
പക്ഷെ അവർ ഇതേപോലെ 100 പേരെ 200 പേരെയൊക്കെ വിളിക്കും. ചിലവർ പൈസ മേടിക്കുന്നു. നമ്മളിപ്പോൾ ഒരു 1000 പേര് പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നു എന്നുള്ളൊരു സംരംഭം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? വളരെ നല്ലത്. ഞാൻ നിങ്ങളോട് വളരെ വളരെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരുപാട് പേർക്ക് ഇതിൽ ഈ നിങ്ങളുടെ റീൽസും മറ്റുള്ള കാര്യങ്ങൾ ഈ യുവർ പ്ലേസ് എന്നുള്ള ചാനൽ അത് തന്നെ ഷെയർ ചെയ്തപ്പോൾ എന്നോട് 2-3 പേര് വിളിച്ച് നജീബ് ഇത് എങ്ങനെയാണ്? നല്ല പരിപാടിയാണ്. തീർച്ചയായും നമുക്ക് നജീബ് ഖാനെ പോലെയുള്ള നല്ല നല്ല ആക്ടേഴ്സിനെ നമുക്ക് വീണ്ടും പരിചയപ്പെടാം. നജീബ് ഖാൻ ഞാൻ പറഞ്ഞ പോലെ ഭാവിയിൽ ഒരു സ്വഭാവ നടനായിട്ട് മാറാൻ സാധിക്കട്ടെ. നജീബ് ഖാക്ക് എല്ലാവിധ ആശംസകളും. തീർച്ചയായും ബിഗ് സ്ക്രീനിൽ നജീബ് ഖായെ കൂടെ പെർഫോമൻസ് നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഭാവിയിലുള്ള യഥാർത്ഥ ക്യാരക്ടർ ആക്ടർ ആവാൻ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി യുവർ പ്ലേസ് ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. ബൈ.